കലാപാഗ്നിയിൽ പുകഞ്ഞ് സിറിയ തെക്കൻ സിറിയയുടെ ദേരാ മേഖലയുടെ നിയന്ത്രണം പിടിച്ചെടുത്ത ഹയാത്ത് തെഹ്രീർ അൽ ഷാം ഇതോടെ സന മെയിൻ പ്രദേശം മാത്രമാണ് സർക്കാരിന്റെ കൈകളിലുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സാഹചര്യത്തിൽ എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്ന് പൗരന്മാർക്ക് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. 2011 പ്രസിഡന്റ് ബഷാർ അൽ അസദിനെതിരായ കലാപം പൊട്ടിപ്പുറപ്പെട്ട ദേരാ മേഖലയുടെ 90% നിയന്ത്രണവും ഹയാത്ത് തഹ്രീർ അൽ ഷാം പിടിച്ചെടുത്തുവെന്നാണ് റിപ്പോർട്ട്. 1,00,000-ലധികം ആളുകൾ കലാപത്തിൽ ഇവിടെ കൊല്ലപ്പെട്ടിരുന്നു. മിക്ക സൈനിക മേഖലകളും വിമതരുടെ നിയന്ത്രണത്തിലാക്കാൻ ഇതിനോടകം സാധിച്ചുവെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. സൈന്യത്തെ പിൻവലിക്കാനും സൈനിക ഉദ്യോഗസ്ഥർക്ക് തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് ഏകദേശം 100 കിലോമീറ്റർ വരെ സുരക്ഷിത പാത നൽകാനുമുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നതായി വിമത ഗ്രൂപ്പിനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര വാർത്താമാധ്യമമായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ച് എല്ലാ സിറിയക്കാരെയും പ്രതിനിധീകരിക്കുന്ന ഒരു സർക്കാർ സ്ഥാപിക്കുക എന്നതാണ് വിമതസേനയുടെ ലക്ഷ്യമെന്ന് വിമത ഗ്രൂപ്പായ തഹ്രീർ അൽ ഷാം നേതാവ് അബു മുഹമ്മദ് അൽ ജവലാനി അന്താരാഷ്ട്ര വാർത്താമാധ്യമമായ CNN നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ആഭ്യന്തര കലാപം രൂക്ഷമായ സിറിയയിലേക്കുള്ള എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്ന് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യ. നിലവിൽ സിറിയയിലുള്ള ഇന്ത്യക്കാരോട് ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സിറിയയുടെ തെക്കൻ മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെ മുൻനിർത്തി രാജ്യാതിർത്തി അടച്ചിട്ടതായി ജോർദാൻ ആഭ്യന്തരമന്ത്രി പറഞ്ഞു. വിമത നീക്കത്തിന് പിന്നാലെ 3,70,000-ഓളം പേർ പലായനം ചെയ്തുവെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ വടക്കുഭാഗത്ത് സാഹചര്യം വഷളാവുകയാണെന്നും UN രേഖപ്പെടുത്തുന്നു. പലയിടങ്ങളിലും ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. സിറിയയിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് രണ്ടാമത്തെ പ്രധാന നഗരമായ അലെപ്പോ HTS കീഴടക്കിയത്. അധികം വൈകാതെ തൊട്ടടുത്ത നഗരമായ ഹമയും വിമതർ കൈവശപ്പെടുത്തി. ഇതോടെ ഹംസിൽ നിന്ന് കൂട്ടപ്പലായനം ആരംഭിച്ചു. ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികളായ റഷ്യയും ഇറാനും അസദിന് തുടർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിമത ഗ്രൂപ്പുകളെ പിന്തുണച്ചുകൊണ്ട് തുർക്കിയും രംഗത്തുണ്ട്. കഴിഞ്ഞയാഴ്ച വിമതരുടെ ആക്രമണത്തിൽ 820-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.